വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നാളെ നിങ്ങളുടെ മാത്സ് എക്സാം വരാൻ പോവാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ആയിട്ട്, അതായത് ഉത്കൃതിതമായിട്ടായിരുന്നു നിങ്ങളുടെ മാത്സ് എക്സാമും കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മാത്സ് വേറെ തന്നെ പേപ്പർ ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പൊ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു ടെൻഷനും വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം. നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോണിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയി നാളത്തെ എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നാളത്തെ എക്സാമിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് നോക്കാല്ലേ. തന്നിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ ഓരോന്നും എത്ര വീതമുണ്ട് എന്ന് നമ്മളോട് ചോദിക്കും. അതായത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? സർക്കിൾ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. അതായത് വൃത്തം, അതുപോലെ ചതുരം, അതുപോലെ ത്രികോണം. ഇതെല്ലാം ഓരോന്നും എത്ര വീതമാണ് ഈ ഒരു തന്നിരിക്കുന്ന ചിത്രത്തിലുള്ളത് അല്ലെ. ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രം ഉണ്ട്, ഇങ്ങനെ കൈയും കാലൊക്കെ വെച്ചിട്ട് ഒരു കുട്ടിയുടെ ചിത്രം ഉണ്ട്. അതിൽ എത്ര സർക്കിൾ ഉണ്ട്, എത്ര റെക്ടാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം നമ്മൾ എണ്ണീറ്റ് നമ്മൾ എഴുതി കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചോദ്യം ഇതുപോലത്തെ ഒരു ചോദ്യമായിരിക്കും. ഇതേപോലെ സർക്കിളും റെക്ടാങ്കിളും ട്രയാങ്കിളും കൂടി ഉപയോഗിച്ച് അവരൊരു ചിത്രം തരും. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നും എത്ര വീതമുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് നമ്മളോട് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ എല്ലാവരും പഠിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കിയാലോ. സൂക്ഷിച്ച് നമ്മൾ അടിപൊളിയായിട്ട് കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോട്ടോ. ആദ്യം നമുക്ക് സർക്കിൾ നോക്കാം അല്ലെ. നമുക്ക് വട്ടം അഥവാ സർക്കിൾ എത്രണ്ണമാണുള്ളത്, വൃത്തം എത്രയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. മക്കളെ, നിങ്ങൾ എല്ലാവരും നോക്കിക്കേടാ. ഇവിടെ ആദ്യം തന്നെ 1, പിന്നെ 2, പിന്നെ ഇതാ ഇതെന്താണ്? ഇതൊരു സർക്കിൾ അല്ലേ. സോ 3. പിന്നെ ഇതാ ഇവിടെ മൂക്ക് 4, 5, 6, 7, 8, 9, 10, 11. 11 എണ്ണമാണ് അപ്പൊ നമ്മുടെ സർക്കിൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ എല്ലാവർക്കും എണ്ണി കാണിച്ചു തരാം. കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് എണ്ണി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ. ഇത് ഫസ്റ്റ് സർക്കിൾ ആണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ്, ഇത് 4, ഇത് 5, ഇത് 6, 7, 8, 9, 10, 11. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 11 സർക്കിൾസ് ആണ് നമ്മുടെ അടുത്തുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അടുത്തതോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ചതുരം അഥവാ റെക്ടാങ്കിൾ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, റെക്ടാങ്കിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്തുണ്ടടാ? ഇവിടെ ഒരു റെക്ടാങ്കിൾ ഇല്ലേ. അതുപോലെ ഇവിടെയും എന്തുണ്ട്? ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അപ്പൊ എത്ര എണ്ണമായി? 2 എണ്ണായേ. ദാ ഇവിടെ 1, ഇവിടെ 2, പിന്നെയോ ഈ വലുതൊന്നില്ലേ 3, പിന്നെ 4, 5, 6, 7, പിന്നെ ദാ ഇവിടെ 8. അപ്പൊ ടോട്ടൽ എത്ര എണ്ണാണുള്ളത്? നമ്മുടെ ചതുരങ്ങൾ വരുന്നത് 8 എണ്ണമാണ്. ഈ വശത്തുള്ളത് മിസ് എടുക്കാഞ്ഞത് എന്താടാ? ഇതിന്റെ അറ്റം നോക്കിക്കേ, ഇങ്ങനെയാണുള്ളത് അല്ലെ. നമ്മുടെ ചതുരത്തിന്റെ 2 അറ്റവും എന്തായിരിക്കും? എതിർവശങ്ങൾ തുല്യമായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ കൈയിന്റെ അവിടെയുള്ള ആ റെക്ടാങ്കിൾ എടുക്കാഞ്ഞത്. അടുത്തതോ നമ്മുടെ ട്രയാങ്കിൾ. എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നോക്കാം. ഇവിടെ 1, 2, 3, 4. 4 ട്രയാങ്കിൾസ് അല്ലെ. 4 ട്രയാങ്കിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എക്സാമിന് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഫുൾ മാർക്സ് എല്ലാവരും വാങ്ങുമെന്ന് മിസ് വിശ്വസിക്കുന്നു. സോ